എല്ലാവർക്കും വിനീത് നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 75 ശ്ലോകം 6 മുതൽ 17 വരെ 12 ശ്ലോകങ്ങൾ. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ കാല് കഴിക്കാനായിട്ട് നിയമിച്ചു. ഭഗവാനാണ് എല്ലാവരും വരുന്നവരെല്ലാം കാല് കഴിച്ച് വരൂ എന്ന് സ്വാഗതം അകത്തേക്ക് കയറ്റി വിടുന്നത്. അങ്ങനെ പിന്നെ ഉദാരശീലനായ കർണനെ ദാനം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. ദാനം ചെയ്യാൻ കർണന് ഏറ്റവും ഇഷ്ടം ദാനം ചെയ്യാൻ അല്ലെ. അതുകൊണ്ട് കർണനെ തന്നെ ഏൽപ്പിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 6-7. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുയുധാനോ വികർണശ്ച ഹാർദിക്യോ വിദുരാദയ ബാഹ്ലീകപുത്രാ ഭൂര്യാദ്യ യേജ സന്ദർദനാദയ നിരൂപിതാ മഹായജ്ഞേ നാനാകർമ്മസുതേ തദ പ്രവർത്തന്തേ സ്മ രാജേന്ദ്ര രാജ്ഞഃ പ്രിയ ചികീർഷവ. സാത്യകി, വികർണൻ, കൃതവർമാവ്, വിതുരൻ മുതലായവര്, ബാഹ്ലീക പുത്രന്മാരായ ഭൂരിശ്രവസ് തുടങ്ങിയവര്, സന്ദർദനാദികള്, ഇവരെ എല്ലാം ഈ മഹായജ്ഞത്തില് ഓരോ കാര്യങ്ങള് നിർവഹിക്കാനുള്ള ഭാരവാഹികളായിട്ട് നിയമിച്ചു. ശ്രീ ശിവബ്രഹ്മർഷി പറയാ, ഹേ രാജശ്രേഷ്ഠ, വലിയ വലിയ കാര്യങ്ങൾ നടത്താൻ ബഹുയോഗ്യന്മാര് പരിശ്രമിക്കണം. അവർക്കല്ലേ കൂടുതൽ വിവരം ഉണ്ടാവുക. അത് അങ്ങേക്ക് അനുഭവമാണല്ലോ എന്ന് പറയണു പരീക്ഷിത്ത് മഹാരാജാവിനോട്. അങ്ങയുടെ ആ പിതാമഹനോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ കൊണ്ട് അവരൊക്കെയും ആ കാര്യങ്ങള് വേണ്ട പോലെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിച്ചു. ഋത്വിക് സദസ്യ ബഹുവിൽസു സുഹൃത്തമേഷു സ്വിഷ്ടേഷു സൂനൃത സമർഹണ ദക്ഷിണാഭി ചൈദ്യേജ സാത്വതപദേ ശരണം പ്രവിഷ്ടേ ചക്രുസ്തതസ്തവ പൃഥസ്തവനം ദിനദ്യം. യാഗാദി കർമ്മങ്ങളൊക്കെ മന്ത്രപൂർവ്വം നടത്തുന്ന ഋത്തുക്കളെയും സുഹൃത്തുക്കളെയും യോഗ്യന്മാരായ സഭാവാസികളെയും ജ്ഞാനികളെയും പ്രിയവാക്യങ്ങൾ ഒക്കെ പറഞ്ഞ് വിശേഷ സംഭാവനകളൊക്കെ കൊടുത്ത് പിന്നെ ദക്ഷിണ വേണ്ട പോലെയൊക്കെ ദക്ഷിണ എല്ലാം കൊടുത്ത് വേണ്ട വിധം സൽക്കരിച്ചു യുധിഷ്ഠിര മഹാരാജാവ്. അങ്ങനെ ഇപ്പൊ ശിശുപാലന് ഭഗവത് സാരൂപ്യവും സിദ്ധിച്ചു അല്ലെ. ഇങ്ങനെ എല്ലാം നിർവിഘ്നം യാഗസമാപ്തി വന്ന ശേഷം ഗംഗാനദിയിൽ ചെന്ന് ആ ദീക്ഷയുടെ അവസാനത്തില് ദീക്ഷ അന്തസ്നാനം എന്ന മംഗളകൃത്യം നിവർത്തിച്ചു. മൃദംഗ ശംഖ പണവധു ധുന്ധുര്യാനക ഗോമുഖ വാദിത്രാണി വിചിത്രാണി നേതു ആവഭൃതോത്സവേ. ആ യാഗത്തിന്റെ പര്യവസാനത്തില് രാഗം മംഗളപൂർവം സമാപിച്ചതിലുള്ള സന്തോഷം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മൃദംഗാദി ബഹുവിധ വാദ്യങ്ങള് ആവഭൃത സ്നാനവേളയില് മുഴങ്ങി. നർത്തക്യോ നൃതുർഹൃഷ്ട ഗായകായുധശോ ജഗു വീണാ വേണുതലോന്നാദ തേഷാം സദിവമസ്പൃശൽ. ദേവദാസികള് സന്തോഷയുക്തകളായി നർത്തനം ചെയ്തു. പാട്ടുകാര് അവരവരുടെ പക്കവാദ്യമേളങ്ങളോടുകൂടി യോജിച്ച് പാട്ടുപാടി. വാദ്യത്തിനനുസരിച്ച് നൃത്തം, നൃത്തത്തിനനുസരിച്ച് പാട്ട്. അങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള പക്കമേളത്തോടു കൂടിയിട്ടാണ് പാട്ടുകൾ. വീണ, വേണു മുതലായിട്ടുള്ള മൃദു വാദ്യങ്ങളിൽ നിന്നും താളങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ആ ഉച്ചധ്വനി അന്തരീക്ഷത്തിൽ അങ്ങനെ വ്യാപിച്ചു. ആ മൃദംഗത്തിന്റെ നാദം, വേണു, ആ വാദ്യത്തിന്റെ ഒക്കെ ശബ്ദം ഇങ്ങനെ അവിടെ ഇങ്ങനെ മുഴങ്ങി സുന്ദരമായ ഗാനങ്ങളും എല്ലാവരും നർത്തനം ചെയ്യണു. അങ്ങനെ ഒരു ഉത്സവ പ്രതീതി തന്നെ അവിടെ. ചിത്രധ്വജ പതാകാഗ്രൈ ഇഭേന്ദ്രസ്യന്തനാർവഭി സ്വലങ്കൃതേർഭടേർഭൂപാ നിര്യയു രുക്മമാലിന. യാഗത്തിന് വന്ന രാജാക്കന്മാര് എല്ലാവരും അങ്ങനെ സ്വർണമാലകൾ അണിഞ്ഞുകൊണ്ടും അനേക നിറത്തിലുള്ള കൊടിക്കൂറകള് പിടിച്ചുകൊണ്ടും ആന, തേര്, കുതിര, കാലാള്
എന്ന് 4 വിധ സൈന്യങ്ങളോട് ചേർന്നുകൊണ്ടും ആ ഗംഗയ്ക്കുള്ള ആ യാത്ര അവഭൃത സ്നാനത്തിന്. യദു സൃഞ്ജയ കാംബോജ കുരു കേകയ കോസലാഹ കമ്പയന്തോ ഭുവം സൈന്യേ യജമാന പുരസ്സരാഹ. യദുക്കള്, സൃഞ്ജയന്മാര്, കാംബോജന്മാര്, കുരുക്കള്, കേകയന്മാര്, അയോധ്യാനിവാസികള്, ഇങ്ങനെയുള്ള രാജ്യക്കാരും അവരുടെ രാജാക്കന്മാരും യുധിഷ്ഠിരനെ മുൻപിൽ അങ്ങനെ നടത്തിക്കൊണ്ട് അവരുടെ സന്തോഷ സൂചകങ്ങളായ സൈന്യങ്ങളുടെ ആർപ്പുവിളികളോട് കൂടിയിട്ട് പുറപ്പെട്ടു. യുധിഷ്ഠിരനെ അങ്ങനെ മുമ്പില് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും ഗംഭീരമായിട്ടുള്ള ആർപ്പുവിളികളോട് കൂടിയിട്ടാണ് അനേകം രാജാക്കന്മാരും. സദസ്യർത്തിജശ്രേഷ്ഠ ബ്രഹ്മഘോഷേണ ഭൂയസ ദേവർഷി പിതൃഗന്ധർവാ തുഷ്ടു പുഷ്പവർഷിണ. സദസ്യരും പിന്നെ ഋത്തിക്കുകളുമായ ബ്രാഹ്മണ ശ്രേഷ്ഠര് വേദം ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ ആ ഘോഷയാത്രയിൽ സഞ്ചരിച്ചു. ദേവന്മാരും ഋഷികളും പിതൃക്കളും ഗന്ധർവന്മാരും എല്ലാവരും ആകാശത്തിൽ നിന്നിങ്ങനെ പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി യുധിഷ്ഠിര മഹാരാജാവിന്റെ മേല്. എന്താല്ലേ സ്വലംകൃതാ നരാ നാര്യോ ഗന്ധസ്രഭൂഷണാംബരേ വിലിംബന്ത്യോ അഭിഷിഞ്ജന്ത്യോ വിജഹ്രു വിവിധൈരസൈഹി. പുരുഷന്മാരും സ്ത്രീകളും ദേഹത്തിലൊക്കെ അങ്ങനെ ചന്ദനം പൂശി തലയില് മാലയൊക്കെ കെട്ടി നല്ല നിറമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് അലങ്കരിച്ചു കൊണ്ടാണ് അവരുടെ നടപ്പ്. എന്നിട്ടോ എല്ലാവരും ഇങ്ങനെ അന്യോന്യം ചന്ദനം പൂശി കൊടുക്കുക, അനേക വിധമായ ദ്രവദ്രവ്യങ്ങൾ കൊണ്ട് അന്യോന്യം അഭിഷേകം ചെയ്യുക. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി രസകരമായിട്ടാണ് അവരുടെ യാത്ര. അങ്ങോട്ടും ഇങ്ങോട്ടും സുഗന്ധദ്രവ്യങ്ങൾ തളിക്കുക, അപ്പൊ എല്ലാവരും ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ ചന്ദനം ഇങ്ങനെ മേല് പൂശി കൊടുക്കുക. അങ്ങനെയൊക്കെ വളരെ രസകരമായിട്ടുള്ള രംഗങ്ങളാണ് അവിടെ നടന്നത് എന്ന് പറയുന്നു. തൈല ഘോരസഗന്ധോദ ഹരിദ്രാസാന്ദ്ര കുങ്കുമേ പുംഭിർലിപ്താ പ്രലിംബന്ത്യോ വിജഹ്രു വാരയോഷിത. എണ്ണ, തൈര്, ചന്ദനം, മഞ്ഞള്, കുങ്കുമം മുതലായവയൊക്കെ കലക്കിയ വെള്ളം, ഇത് മംഗളസൂചകങ്ങളായ ദ്രവ്യങ്ങളാണ്. ഇതൊക്കെ കലക്കിയ ആ വെള്ളം പുരുഷന്മാര് വാരസ്ത്രീകളുടെ ദേഹത്തിൽ ഇങ്ങനെ കോരിയൊഴിക്കുക. അപ്പൊ അവര് അത് മുഴുവൻ അവരുടെ ശരീരത്തിൽ തേച്ചിങ്ങനെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ നല്ല രസമായിട്ടുള്ള കളി അവർക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെ രസമായിട്ടാണ് എല്ലാവരുടെയും പോക്ക്. ഗുപ്താനിരഗമന്നുപലബ്ധുമേത ദേവ്യോ യഥാതി വിമാനവരേർ നൃദേവ്യ താ മാതുലേയ സഖിഭി പരിഷിച്യമാനാ സവ്രീഡഹാസവികസത്വദനാവിരേജു. അവഭൃത സ്നാന മഹോത്സവം കാണാൻ ശ്രേഷ്ഠങ്ങളായ വിമാനങ്ങളിൽ ഇരുന്ന് ആകാശത്തിലെ ദേവസ്ത്രീകള് വന്നിങ്ങനെ നിരന്ന് നിൽക്കുക. ദേവസ്ത്രീകൾക്കും കാണണം, അവര് നല്ല നല്ല വിമാനങ്ങളിൽ വന്നിങ്ങനെ നോക്കി നിൽക്കുകയാണെന്ന്. അതുപോലെ തന്നെ സുന്ദരികളായ രാജപത്നികളും ഭടന്മാരാൽ വഹിക്കപ്പെടുന്ന വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മഹോത്സവം കാണാൻ ഗംഗാതീരത്തിലേക്ക് പോയി. രാജപത്നിമാര് ആ നല്ല പല്ലക്കുകളിലൊക്കെ ഇരുന്നിട്ട് അത് കാണാനായിട്ട് പോയി. അവരുടെ അമ്മാവന്റെ മകനായ ശ്രീകൃഷ്ണനും കൃഷ്ണന്റെ സ്നേഹിതന്മാരായ അർജുനൻ, ഭീമൻ മുതലായവരും ഇങ്ങനെ ഈ ചന്ദനം കലക്കിയ വെള്ളം കൊണ്ട് അവരെ അഭിഷേകം ചെയ്തു. അപ്പൊ അവരെയൊക്കെ എല്ലാവരെയും അഭിഷേകം ചെയ്യാണ്. നല്ല സന്തോഷമല്ലേ എല്ലാവർക്കും. അങ്ങനെ ആ സന്തോഷ ആധിക്യത്താലുള്ള പുഞ്ചിരി കൊണ്ട് ലജ്ജാധിക്യത്തോടു കൂടിയ നോട്ടങ്ങളാലും വികസിച്ച മുഖത്തോടു കൂടിയവരുമായിട്ട് അവരെ വിശേഷ വിധിയായിട്ട് ശോഭിച്ചു പറയണു ഇപ്പൊ സ്ത്രീകള്. താ ദേവരാനുത സഖിൻ ശിശിചുർധൃതീഭി ക്ലിന്നാംബരാ വിവൃതഗാത്ര കുചോരുമധ്യാ ഔത്സുക്യമുക്തകപരാച്യവമാനമാല്യാ ക്ഷോഭം ദധുർമലധിയാം രുചിരേ വിഹാരേ. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ പീച്ചാങ്കുഴല് കൊണ്ട് അവരും അതുപോലെ തന്നെ അങ്ങോട്ടും ചെയ്തു. അവരുടെ ഭർത്തൃ സഹോദരന്മാരെയൊക്കെ അവരുടെ സ്നേഹിതന്മാരെയൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പീച്ചാങ്കുഴല് കൊണ്ട് വെള്ളം തെറിപ്പിച്ചു. അപ്പൊ ഈ രാജാങ്കനകളുടെ ശരീരത്തില് വെള്ളം നനച്ചപ്പോ എന്താ ഉണ്ടായത്? അവരുടെ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു ആ ദേഹത്തിൽ പറ്റി പിടിച്ചപ്പോ അവരുടെ ദേഹത്തിന്റെയും കുജങ്ങളുടെയും ആകൃതി, തുടകളുടെ ഭംഗി, ഇടുപ്പിന്റെ കാർശ്യം മുതലായിട്ടുള്ള വിശേഷ ഭാഗങ്ങളും ഒക്കെ സ്പഷ്ട
സ്പഷ്ടമായിട്ട് കാണാൻ ഇടവന്നു. അങ്ങോട്ടും വെള്ളം നനയ്ക്കാൻ പരിശ്രമിച്ചതുകൊണ്ട് അവരുടെ നേരെയുള്ള സ്നേഹാതിശയം കൊണ്ടും തലമുടിയൊക്കെ അങ്ങോട്ട് അഴിഞ്ഞു. അപ്പോ അതിൽ ധരിച്ചിരിക്കുന്ന മാലകളും പുഷ്പങ്ങളും ഒഴിഞ്ഞു വീണു തുടങ്ങി. ഇങ്ങനെ ഉല്ലാസകരങ്ങളായ കളികൾ കൊണ്ട് കാമുകന്മാരുടെ മനസ്സില് ചാഞ്ചല്യം ഉണ്ടാക്കി തീർത്തു. അങ്ങനെ ഗംഭീരായിട്ടാണ്, നല്ല രസകരമായിട്ടാണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ അവഭൃത സ്നാനത്തിനുള്ള യാത്ര. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം